നിങ്ങളുടെ കുഞ്ഞിൻ്റെ പുറത്തെ നീലപ്പാടുകൾ കണ്ട് പേടിക്കാറുണ്ടോ? അതോ മുഖത്തെ വെളുത്ത കുരുക്കൾ മാറ്റാൻ പൗഡറും ക്രീമുകളും ഒക്കെ നിങ്ങൾ പുരട്ടാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. പല അമ്മമാരും സിസ്റ്ററെ ഇത് പ്രസവ സമയത്ത് എവിടെയെങ്കിലും തട്ടിയതാണോ എന്ന് ചോദിച്ച് വരാറുണ്ട്. സത്യത്തിൽ മംഗോളിയൻ സ്പോട്ടുകൾ, സ്ട്രോബെറി ഹെമാൻജിയോമ, മിലിയ എന്നിവ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതു പാടുകളാണ് തനിയെ മാഞ്ഞു പോകുന്നത്? ഏതാണ് അപകട സൂചന നൽകുന്നത്? ഒരു നേഴ്സ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളിലെ ജന്മസിദ്ധമായ അടയാളങ്ങളെക്കുറിച്ച് ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ പാടുകളാണ്. ഇത് പേടിക്കണോ അതോ തനിയെ മാറുമോ, എന്താണ് ഇതിന് പ്രതിവിധി എന്നെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അമ്മമാർ ആദ്യം ശ്രദ്ധിക്കുന്നത് കുഞ്ഞിൻ്റെ ചർമ്മമാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴോ ഡ്രസ്സ് മാറ്റുമ്പോഴോ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു നീലപ്പാടോ ഒരു ചുവന്ന പാടോ കണ്ടാൽ അമ്മമാർ പരിഭ്രമിക്കാറുണ്ട്. സിസ്റ്ററെ, ഇത് പ്രസവ സമയത്ത് എവിടെയെങ്കിലും തട്ടിയതാണോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ ചോദിച്ച് പലരും വരാറുണ്ട്. എന്നാൽ നവജാത ശിശുക്കളിൽ കാണുന്ന മിക്ക പാടുകളും അവരുടെ വളർച്ചയുടെ ഭാഗമായി തനിയെ മാറിപ്പോകുന്നവയാണ്. ഏതൊക്കെ പാടുകളാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്, ഏതൊക്കെയാണ് പേടിക്കേണ്ടതില്ലാത്തത്? ഒരു നേഴ്സ് എന്ന നിലയിൽ ഈ കുഞ്ഞുങ്ങളിലെ ജന്മസിദ്ധമായ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മംഗോളിയൻ സ്പോട്ടുകൾ. ആ നീലപ്പാടുകൾ എന്താണ്? കുഞ്ഞുങ്ങളുടെ പുറത്തോ നട്ടെല്ലിൻ്റെ താഴെയോ കാണുന്ന നീല കലർന്ന ചാരനിറത്തിലുള്ള പാടുകളെയാണ് നമ്മൾ മംഗോളിയൻ സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ ഒരു ബ്രൂയിസ്, അതായത് ചതവ് പോലെ ഇരിക്കും. സത്യത്തിൽ ഇത് ചർമ്മത്തിൻ്റെ ആഴത്തിലുള്ള പാളികളിൽ മെലാനിൻ കോശങ്ങളിൽ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഏഷ്യൻ കുഞ്ഞുങ്ങളിൽ ഇത് വളരെ സാധാരണമാണ്. ഇത് ഒരു അസുഖമല്ല, പകരുകയുമില്ല. സാധാരണമായി കുഞ്ഞിന് 2 വയസ്സ് തികയുമ്പോഴേക്കും ഈ പാടുകൾ മങ്ങിത്തുടങ്ങുകയും സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും പൂർണ്ണമായും മാഞ്ഞു പോവുകയും ചെയ്യും. ഇതിന് യാതൊരു മരുന്നും പുരട്ടേണ്ട ആവശ്യവുമില്ല. ചുവന്ന പാടുകൾ, അതായത് സ്ട്രോബെറി ഹെമാൻജിയോമ, സ്ട്രോക്ക് ബൈറ്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. കുഞ്ഞിൻ്റെ മുഖത്തോ കഴുത്തിന് പിന്നിലോ കാണുന്ന ചുവന്ന പാടുകൾ. ഇത് പലതരത്തിലുണ്ട്. ആദ്യത്തേത് സ്ട്രോക്ക് ബൈറ്റ്സ്. കുഞ്ഞിൻ്റെ നെറ്റിയിലോ കൺപോളയിലോ കഴുത്തിന് പിന്നിലോ കാണുന്ന ഇളം ചുവപ്പ് പാടുകളാണിത്. കുഞ്ഞ് കരയുമ്പോൾ ഇത് കൂടുതൽ ചുവന്ന് കാണപ്പെടും. ഇത് രക്തക്കുഴലുകൾ വികസിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. 1 വയസ്സിനുള്ളിൽ ഇത് തനിയെ മാറിക്കോളും. സ്ട്രോബെറി ഹെമാൻജിയോമ. ഇത് ചർമ്മത്തിന് മുകളിൽ അല്പം ഉയർന്നു നിൽക്കുന്ന കടും ചുവപ്പ് പാടാണ്. ജനിച്ച ഉടനെ ഇത് കാണണമെന്നില്ല, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വരാം. ആദ്യത്തെ 1 വർഷം ഇത് അല്പം വലുതാകാൻ സാധ്യതയുണ്ട്. പിന്നീട് ക്രമേണ ഇത് ചുരുങ്ങുകയും 5 മുതൽ 9 വയസ്സിനുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. കണ്ണിന് തടസ്സമാകുന്ന രീതിയിൽ ഇത് വളരുകയാണെങ്കിൽ മാത്രം ചികിത്സ തേടണം. അടുത്തതായി മിലിയയും ബേബി അക്നിയും. വെളുത്ത കുരുക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പല അമ്മമാരും പേടിക്കുന്ന മറ്റൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ മൂക്കിലും കവിളിലും കാണുന്ന ചെറിയ വെളുത്ത കുരുക്കൾ. ഇതിനെ മിലിയ എന്ന് വിളിക്കുന്നു. ചർമ്മത്തിലെ മൃതകോശങ്ങൾ പുറത്തു പോകാതെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരിക്കലും ഞെക്കി പൊട്ടിക്കാനോ സോപ്പ് ഉപയോഗിച്ച് ഉരയ്ക്കാനോ പാടില്ല. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തനിയെ ഇത് പൊഴിഞ്ഞു പോകും. അതുപോലെ അമ്മയുടെ ഹോർമോണുകൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് ചെറിയ ചുവന്ന കുരുക്കൾ വരാം. ഇളം ചൂടുവെള്ളത്തിൽ മുഖം തുടച്ചു കൊടുത്താൽ മാത്രം മതിയാകും. പൗഡറോ ക്രീമുകളോ ഒഴിവാക്കുക. എപ്പോഴാണ് ഇത് ഗൗരവമായി കാണേണ്ടത്? ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഡോക്ടറെ കാണണം. പോർട്ട് വൈൻ സ്റ്റെയിൻസ്. ശരീരത്തിൻ്റെ ഒരു വശത്ത് മാത്രം കാണുന്ന കടും ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള വലിയ പാടുകൾ. ഇത് പ്രായമാകും തോറും കടുപ്പമേറിയതാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി രക്തസ്രാവമാണ്. ഏതെങ്കിലും പാടുകളിൽ നിന്ന് രക്തം വരികയോ പുണ്ണാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണണം. അടുത്തതായി പെട്ടെന്നുള്ള വളർച്ചയാണ്. പാടുകളിൽ അസാധാരണമാം വിധം വേഗത്തിൽ വലുതാകുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതുണ്ട്. അടുത്തതായി നിറമാറ്റമാണ്. പാടുകൾക്ക് ചുറ്റും വീക്കമോ വേദനയോ ഉണ്ടെങ്കിൽ അത് അണുബാധയുടെ ലക്ഷണമാകാം.
കുഞ്ഞിൻ്റെ ചർമ്മം വളരെ സെൻസിറ്റീവാണ്. ജന്മനാ ഉള്ള പാടുകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം അവ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. മിക്കവാറും എല്ലാ പാടുകളും കാലക്രമേണ മാഞ്ഞു പോകുന്നവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.